സർക്കാരിനെയും നാഷണൽ ഹെൽത്ത് മിഷനെതിരെയും രൂക്ഷമായി വിമർശിച്ച് ആശാ വർക്കേഴ്സ്. ആശമാരുടെ ഓണറേറിയത്തിൽ വ്യാജ കണക്കുകളാണ് NHM പുറത്തുവിടുന്നത്. ആശമാരുടെ വിഷയം പഠിക്കാനുള്ള കമ്മിറ്റി രൂപീകരിച്ചു എന്നാണ് സർക്കാർ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. കോടതിയെ പോലും സർക്കാർ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ആശാ വർക്കേഴ്സ് പറഞ്ഞു. NHM ഇങ്ങനെ വ്യാജ കണക്കുകൾ ഇറക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഈ 18 വർഷക്കാലവും വിടുപണി ചെയ്യിക്കുകയായിരുന്നു. യാതൊരു കൂലിയും കൊടുക്കാതെ ഒരാളിൽ നിന്ന് കടം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കാൻ ഏത് മാസം തിരിച്ചു കൊടുക്കാം എന്ന് പോലും പറയാൻ പറ്റാത്തവണ്ണമുള്ള വളരെ മാസങ്ങൾക്ക് ശേഷമാണ് ഈ വേതനം തുച്ഛമായത് കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്നലെ കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി പോകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ആ പൊതു താൽപര്യ ഹർജി തള്ളി എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് തന്നെ നമുക്ക് ആരോപിക്കേണ്ടി വരികയാണ്. MG പ്രതീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രതീഷ്, ഈ സമരം തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ കണ്ടതാണ് സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണമായി പറയുന്നത് ഇവരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നില്ല, പരിഹാരം ഉണ്ടാക്കുന്നില്ല. പക്ഷേ ഇതോടൊപ്പം തന്നെ ഈ കോടതിയിൽ ഇങ്ങനെ കമ്മിറ്റി രൂപീകരിച്ചു, സമിതി രൂപീകരിച്ചു എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എന്താണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ? ഏത് രീതിയിലാണ് ഈ വിമർശനങ്ങൾ പോകുന്നത്? സ്മിത, അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ട ആശാ സമരസമിതി പ്രവർത്തകർ സർക്കാരിനെയും NHMനെയും ഒരുപോലെ വിമർശിക്കുകയാണ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. ഒന്ന്, ഇന്ന് ദേശാഭിമാനി പത്രത്തിൽ NHM വിശദീകരണം എന്ന പേരിൽ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. അതിൽ 232 രൂപ മാത്രമാണ് ആശമാർക്ക് ലഭിക്കുന്നത് എന്നത് വസ്തുതാവിരുദ്ധമാണെന്ന NHM വിശദീകരണമാണ് ആ വാർത്തയുടെ ഉള്ളടക്കം. ഇത് പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ആശാപ്രവർത്തകർ എത്തിയത്. കാരണം ഈ വസ്തുതാവിരുദ്ധ കണക്കുകൾ അല്ലെങ്കിൽ വ്യാജ കണക്കുകൾ NHM പുറത്തുവിടുകയാണ്. NHMുമായി കഴിഞ്ഞ കുറേ നാളുകളായി നടത്തിയ ചർച്ചയിൽ ഒന്നും തന്നെ അത്തരത്തിലൊരു നിലപാട് അല്ലെങ്കിൽ അത്തരത്തിലൊരു വിശദീകരണം ആശമാരോട് NHM നടത്തിയിട്ടില്ല. പക്ഷേ സർക്കാരിന് അനുകൂലമായി ഈ പാർട്ടിയുടെ മുഖപത്രത്തിൽ അത്തരത്തിലൊരു ലേഖനം അല്ലെങ്കിൽ അത്തരത്തിലൊരു വിശദീകരണം NHM നൽകുമ്പോൾ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കൂടി ആശമാർ പറയുന്നുണ്ട്. മറ്റൊന്ന്, ഈ കോടതിയിൽ ആശമാരുമായി ബന്ധപ്പെട്ടൊരു പൊതുതാൽപര്യ ഹർജി നൽകിയിരുന്നു. ഈ ഹർജി തള്ളുകയും ചെയ്തു. പക്ഷേ ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ സർക്കാർ കോടതിയിൽ നൽകിയ വിശദീകരണം ആശമാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചുവെന്നും ആ കമ്മിറ്റി ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നുവെന്നുമാണ്. ആ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടി തങ്ങൾ സ്വീകരിക്കുമെന്ന വിശദീകരണം സർക്കാർ കോടതിയിൽ നൽകിയെന്നുമാണ് പറഞ്ഞത്. പക്ഷേ ആശമാർ പറയുന്നത് ആ കമ്മിറ്റി, അത്തരത്തിലൊരു കമ്മിറ്റി ഇതുവരെയും രൂപീകരിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ കോടതിയിൽ സർക്കാർ നൽകിയ സത്യവാങ്മൂലം വ്യാജമാണ്, അല്ലെങ്കിൽ കോടതിയെ പോലും സർക്കാർ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയാണ് ഉണ്ടായതെന്ന് കൂടി ആശമാർ പറയുന്നുണ്ട്. എന്തായാലും സമരം 67ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ശക്തമായ ഒരു പോരാട്ടം അല്ലെങ്കിൽ അത്തരത്തിലൊരു സമരവുമായി തന്നെ അല്ലെങ്കിൽ പ്രതിഷേധവുമായി തന്നെ ആശമാർ മുന്നോട്ട് പോവുകയാണ്. സ്മിത, ശരി. MG പ്രതീഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.